പ്രണയിനിയെ തേടി. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസം ഇളയമയുടെ വീട്ടിലെത്തിയ കുഞ്ഞുമണി രാത്രിയിൽ മുറ്റത്തേക്കിറങ്ങി. കണ്ണുകൾ മെല്ലെ തുറന്ന് ആകാശത്തേക്ക് നോക്കി. ദേ, ഇന്നും നിലാവ് എൻ്റെ കൂടെ വന്നിരിക്കുന്നു. ഞാൻ എവിടെ പോയാലും നീ വരുമോ എൻ്റെ കൂടെ? എന്തിനാ എപ്പോഴും എൻ്റെ പുറകെ വരുന്നത്? വീട്ടിൽ ആരും നിന്നെ അന്വേഷിക്കില്ലേ? കുഞ്ഞുമണിയെ നോക്കി നിൽക്കുന്ന നിലാവിനെ അവൾ ആശ്ചര്യത്തോടെ നോക്കി. മുറ്റത്തു നിന്നും തനിയെ സംസാരിക്കുന്ന കുഞ്ഞുമണിയുടെ അടുത്തേക്ക് അവളുടെ സ്നേഹനിധിയായ ഇളയമ്മ വന്നു. കാര്യമറിഞ്ഞ ഇളയമ്മ അവളോടൊരു കഥ പറഞ്ഞു. ആകാശത്ത് ചിരിച്ചു നിൽക്കുന്ന നിലാവിൻ്റെ യാത്രയ്ക്കൊരു കഥയുണ്ടത്രേ. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ തൻ്റെ പ്രണയിനിയെ അന്വേഷിച്ചുകൊണ്ടുള്ള സഞ്ചാരമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രണയമാണ്. അതിൻ്റെ തുടക്കമോ ഒടുക്കമോ ഒന്നും അറിയില്ല. എന്നാലും പിരിയേണ്ടി വന്ന ആ നക്ഷത്ര രാജകുമാരി നീല നിലാവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ: തന്നെ നോക്കി ആകാശത്തേക്ക് നിൽക്കുന്നവർക്ക് പ്രകാശം ചുരിഞ്ഞാൽ മാത്രമേ തൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കണ്ണുപൊത്തിക്കളിയിൽ അകന്നുപോയ തൻ്റെ പ്രണയിനിയിലേക്ക് എത്തുവാൻ നിലാവ് ഇന്നും സ്വന്തം വെളിച്ചം മറ്റുള്ളവർക്കായി നൽകുകയാണ്. ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്ന തൻ്റെ പ്രണയിനിക്കായി. മൗനമായി കുഞ്ഞുമണി വീടിനുള്ളിലേക്ക് കയറി. ജനലിനരികിൽ അവളുടെ കട്ടിലിൽ കിടന്നുകൊണ്ട് അവൾ ആകാശത്തേക്ക് നോക്കി. ഒരുപാട് നക്ഷത്രങ്ങൾക്കിടയിൽ എന്തിനാണ് ആ നക്ഷത്ര രാജകുമാരി ഒളിച്ചിരിക്കുന്നത്? ഇനി നീലനിലാവിൻ്റെ അടുക്കിലേക്ക് അവൾ ഒരിക്കലും വരില്ലേ? അതോ തനിക്ക് ഇത്രയും ദൂരം ഇത്രയും ദിവസം വെളിച്ചം നൽകിയത് കൊണ്ട് നിലാവിൻ്റെ അടുത്തേക്ക് അത് വന്നു കാണുമോ? അവളുടെ കുഞ്ഞു ചുണ്ടിൽ ചിരി വന്നു. ഇന്ന് ആ നക്ഷത്രം നിലാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. എത്ര ദൂരമാണ് നിലാവ് ഇന്ന് എൻ്റെ കൂടെ വന്നത്? കുഞ്ഞുമണി ചെറുപുഞ്ചിരിയോടെ ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയി. അപ്പോഴും നിലാവ് അവളുടെ കണ്ണുകളിൽ തഴുകുന്നുണ്ടായിരുന്നു.